അത്ര ഏതേ ശ്ലോക ഭവന്തി. അടുത്തു വരുന്നത് കാരികയാണ്. നിവൃത്തി സർവദുഃഖാനാം ഈശാനപ്രഭുരവ്യയ അദ്വൈത സർവഭാവാനാം ഏവസ്തുര്യോ വിഭുസ്മൃതഃ. ഈ ഏഴാമത്തെ മന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. മാണ്ഡൂക്യത്തിന്റെ താല്പര്യം ഇവിടെ കൊണ്ട് തീർന്നു കഴിഞ്ഞു. മാണ്ഡൂക്യ ഉപനിഷത്തിനെ സംബന്ധിച്ച് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ആ 7 മന്ത്രങ്ങളിൽ തീർന്നു. ആ 7 മന്ത്രങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടാത്തവർക്ക് വേണ്ടിയാണ് ഇനിയുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് ഇനി എല്ലാവരും ഇവിടെ ഇരുന്നത് കേൾക്കണമെന്നില്ല. ഭാഷ്യവും അതുപോലെ. ഈ ഭാഗത്തെ ഭാഷ്യം, ഇതുവരെയുള്ള ഭാഷ്യത്തെക്കുറിച്ച് പറയുന്നത് ഭാഷ്യകാരന്റെ രചനകളിൽ വെച്ച് വളരെ അപൂർവം, അതിശ്രേഷ്ഠം, വളരെ ഗഹനം, വളരെ ഗംഭീരം, വളരെ സൂക്ഷ്മം എന്നൊക്കെയാണ് പറയുന്നത്. അദ്വൈതത്തെ സംബന്ധിച്ചുള്ള പല പ്രധാനപ്പെട്ട തത്വങ്ങളെന്ന് പറയുമ്പോൾ ആ പരമാർത്ഥം ഇവിടെ വളരെ ലളിതമായി തന്നെ ഭാഷ്യകാരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭാഷ്യകാരന് മാത്രം സാധ്യമായ ഒരു കാര്യമാണ്, മറ്റാർക്ക് സാധ്യമാകാത്തതാണ്. അതുകൊണ്ട് ശ്രുതിയുടെ നിലയിലായാലും ശരി, ഭാഷ്യത്തിന്റെ നിലയിലായാലും ശരി, ഇത്രയും വ്യക്തമായി പരമാർത്ഥം വെളിപ്പെടുത്തുന്ന ഭാഷ്യഭാഗങ്ങൾ വളരെ അപൂർവമാണ്. സർവസംശയച്ഛേത്തി എന്നാണ്. സർവസംശയങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിൽ ഉള്ള വിശദീകരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു. എന്നാൽ ഇനിയും നമ്മുടെ സംശയങ്ങൾ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. സാന്ദർഭികമായി അതും പറയാം. അതായത് രണ്ടു തരത്തിലാണ് ശാസ്ത്രത്തിന്റെ പ്രതിപാദനം. ഒന്ന്, പലപ്പോഴും പല ഭാഗങ്ങളിലും ആ വക്താവ് ശ്രോതാവിന്റെ നിലയിലേക്ക് ഇറങ്ങി വരും, വളരെ താഴ്ന്നു വരും. ഗീതയിലും മറ്റും നമ്മൾ കൂടുതലും അതാണ് കാണുന്നത്. നമ്മളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ്? നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ പറയുക. അതിന് ചിലപ്പോൾ വക്താവ് തയ്യാറാകും, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ പറയും പ്രഭാഷണം ഉഗ്രമായി. എന്തുകൊണ്ട്? കാര്യങ്ങളുടെ നിലയിലല്ല, നമുക്ക് മനസ്സിലാകുന്ന നിലയും സ്വീകരിച്ചു. അതാണല്ലോ നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മളോട് ചെയ്യുന്ന വക്താവിന്റെ ഒരു വിട്ടുവീഴ്ചയാണ് നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ താഴ്ന്നു വന്ന് കാര്യങ്ങൾ പറയുക. ഇതിൽ മറ്റും കൂടുതലും അതാണ് കാണുന്നത്. പക്ഷെ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ചില സമയത്ത് വക്താവ് അങ്ങനെ താഴോട്ട് ഇറങ്ങി വരാൻ കൂട്ടാക്കത്തില്ല. നമ്മുടെ ഒരു അവകാശമാണെന്നൊക്കെ നമ്മൾ കരുതിയാലും തത്വചിന്തയിൽ അതൊന്നൊരു വിഷയമുണ്ട്. സ്വന്തം നിലയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. സ്വന്തം നിലയിൽ നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലേണ്ടി വരും. അതാണ് പറയുന്നു. പ്രജ്ഞാപ്രാസാദം ആരുഹ്യ, വ്യാസഭഗവാൻ പറയും. പ്രജ്ഞാപ്രാസാദത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ, തന്റെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ വിശദീകരിക്കും. മാണ്ഡൂക്യത്തിന്റെ ശൈലി അതാണ്. കൂടുതലും അങ്ങനെയാണ്. താഴോട്ട് ഇറങ്ങി വരാൻ പലപ്പോഴും കൂട്ടാക്കത്തില്ല. അവിടെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ആവശ്യമുള്ള അങ്ങോട്ട് കയറി ചെല്ലേണ്ടി വരും.
അങ്ങനെ കയറി ചെല്ലുന്നതിൽ അസമർത്ഥരാകുന്നവർക്ക് പലപ്പോഴും ഇത് പോരാതെ വരും. അത്തരൊരു പ്രശ്നമാണ് നമുക്ക് ഇവിടെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നമ്മുടെ നിലയിലേക്ക് പലപ്പോഴും ഇറങ്ങി വരത്തില്ല. തന്റെ നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ, വക്താവ് തന്റെ നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. അതിനെ ഉൾക്കൊള്ളുന്നതിനുള്ള പക്വത നമുക്കില്ലാതെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ ശ്രവണം പോലും അസാധ്യമായി. വളരെ ഉച്ചത്തിലിരുന്നു കൊണ്ട് ഒരാൾ സംസാരിച്ചാൽ, ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പൊക്കമുള്ള കെട്ടിടത്തിന്റെ മേളിൽ കയറിയുന്ന ഒരാൾ സംസാരിച്ചാൽ താഴെ നിൽക്കുന്ന ആളിന് പലപ്പോഴും കേൾക്കാൻ പോലും കഴിഞ്ഞില്ല. കേട്ടിട്ടില്ലേ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കും. അതേ ഒരു സ്ഥിതിയാണ് മാണ്ഡൂക്യത്തിൽ പലപ്പോഴും. ശ്രുതിയും അങ്ങനെയാണ്. യോഗ്യതയുള്ളവൻ കേട്ടാൽ മതി എന്നുള്ളൊരു നിലപാടാണ്. യോഗ്യത ഉണ്ടാക്കി പിന്നെ കേൾപ്പിക്കാനുള്ള അതിനൊന്നും മെനക്കെടത്തില്ല. ആ ഒരു പ്രശ്നമാണ് പലപ്പോഴും നമുക്കിതിൽ അനുഭവപ്പെടാറുള്ളത്. പലർക്കും പല ഭാഗങ്ങളും നമുക്ക് ദുർഗ്രഹമായും ക്ലിഷ്ടമായും ഒക്കെ തോന്നും. അത് വക്താവിന്റെ നിലയിൽ നിന്ന് പറയുന്നതുകൊണ്ടാണ്. ശ്രോതാവ് അങ്ങോട്ട് കയറി ചെല്ലണം, എന്നിട്ട് അതിനെ ഉൾക്കൊള്ളണം. അതിനൊരു പോരായ്മയായി നമ്മൾ കാണുകയാണെങ്കിൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഭാഷ്യത്തിനപ്പുറം ഇനി തത്വത്തെ പ്രതിപാദിക്കാൻ വേറൊന്നുമില്ല, പരമാർത്ഥത്തെ ബോധിപ്പിക്കാം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് പുതുമയായിട്ടോ തത്വവിരോധമായിട്ടോ യുക്തിക്ക് നിരക്കാത്തതായിട്ടോ അവ്യക്തമായിട്ടോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പോരായ്മയായിട്ട് കണ്ടാൽ മതി. അതിതിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം ഈ 7 മന്ത്രങ്ങളെ കൊണ്ടിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ വരുന്ന കാര്യങ്ങളും അതിന്റെ വിശദീകരണം എന്നുള്ള രൂപത്തിലാണ്. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കിയവർക്ക് ഇവിടെ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭാഷ്യകാരൻ ഇവിടെ ദീർഘമായ വ്യാഖ്യാനമൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ സാമാന്യമായ ആശയം വ്യക്തമാക്കി പോയിട്ടേ ഉള്ളൂ. പ്രാജ്ഞ തൈജസ വിശ്വലക്ഷണാനാം സർവദുഃഖാനാം നിവൃത്തേരീശാനഃ തുരീയ ആത്മാ. സർവദുഃഖങ്ങളും എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ജാഗ്രതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ദുഃഖങ്ങളെല്ലാം എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും എന്താണ് ത്രിവിധ ദുഃഖങ്ങൾ, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇങ്ങനെയൊക്കെ ദുഃഖങ്ങളെ കുറിച്ച് പറയും. മറ്റെല്ലാ ഭാഗങ്ങളിലും അങ്ങനെയാ പറയുന്നു. ദുഃഖം നമുക്ക് അനുഭവപ്പെടുന്നതാണ്. പക്ഷെ ഇവിടെ മാണ്ഡൂക്യം അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ സാധാരണ ദുഃഖമെന്ന് കണക്കാക്കുന്നത് നമ്മുടെ ദുഃഖത്തിന്റെ 3 ഉള്ളൂ. നമ്മൾ ദുഃഖമായി തിരിച്ചറിയുന്നു. 3 പറയുമ്പോൾ പ്രാജ്ഞ, തൈജസ്, വിശ്വന്മാരിൽ വിശ്വന്റെ ദുഃഖമാണ് നമ്മൾ ദുഃഖമെന്ന് പറയുന്നത്. ജാഗ്രതത്തിലെ ദുഃഖം ഇവിടെ പറയുന്നത് എന്താണ്? അത് മാത്രമല്ല, ഇനി 2 ദുഃഖം കൂടിയുണ്ട്, പ്രാജ്ഞനും തൈജസ്സും. എപ്പോഴെങ്കിലും നമ്മൾ അതിനെ ദുഃഖമായി കണക്കെടുക്കാറില്ല. തൈജസൻ അതും ജാഗ്രത പോലെ തന്നെ, അതിനുമുണ്ടല്ലോ സുഖദുഃഖങ്ങളെല്ലാം. അതുകൊണ്ട് അതിനെയും ദുഃഖമായിട്ട്. പ്രാജ്ഞന്റെ ദുഃഖം അതൊക്കെ ഇനി അടുത്ത് വിശദീകരിക്കും. എന്താണ് ബീജനിദ്ര ഇതപ്രാജ്ഞ. അപ്പൊ സർവ ദുഃഖത്തിന്റെ ഉറവിടമാണത്. അതാണ് മഹാദുഃഖം. ഈ ദുഃഖങ്ങളുടെ എല്ലാം നിവൃത്തിക്ക് ഈശാനനായിരിക്കുന്നത് ആരാണ്? തുര്യനാണ്. അതിന് പ്രഭുവായിരിക്കുന്നവൻ. ഈശാനന്റെ അർത്ഥമാണ് അവിടെ പറയുന്നത് പ്രഭു. അതിന് സമർത്ഥൻ. തുര്യനെ ഈ ദുഃഖ നിവൃത്തി
സാധ്യമാവും. ജാഗ്രതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ദുഃഖം അതിന്റെ നിവൃത്തിക്കുള്ള പല ഉപായങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ഉപായങ്ങളും നമ്മൾ ജാഗ്രതത്തിലെ ദുഃഖ നിവൃത്തിയെ കണക്കിലെടുത്തുകൊണ്ടാണ്. ഭൗതികമായാലും ശരി, ആധ്യാത്മികമായാലും ശരി. ആധ്യാത്മികമായി നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ എന്താണ്? നമ്മൾ ജപിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, തത്വചിന്ത ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ എപ്പോഴും ജാഗ്രതത്തിലെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ച് ജാഗ്രതത്തിലെ ദുഃഖങ്ങളുള്ളൂ. സംസാരം എന്ന് നമ്മൾ പറയുന്നത് ജാഗ്രതത്തിലിരുന്നുകൊണ്ടാണ്. വിശ്വന്റെ ഭാഷയാണ്. ആ പ്രവൃത്തികളെല്ലാം എവിടെ നിൽക്കുന്നു? നമ്മുടെ മാനസിക തലത്തിൽ നിൽക്കുന്നു. നമ്മുടെ ഈ ജാഗ്രതത്തിലെ മനസ്സുകൊണ്ട് ദുഃഖങ്ങളെ അറിയുന്നു, അതിനെ ഒഴിവാക്കാനുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ ദുഃഖം നിവൃത്തി ശാശ്വതമല്ല. എന്തുകൊണ്ട്? ആ ദുഃഖ നിവൃത്തിയും നമ്മുടെ മനോവൃത്തി തന്നെ ഇവിടെ സംഭവിക്കുന്നു. ദുഃഖമൊന്നുമില്ല, സന്തോഷമായി, സമാധാനമായി എന്ന് കരുതുന്നത് പോലെ നമ്മുടെ മനോവൃത്തികളാണ്. എല്ലാ മനോവൃത്തികളും ദുർബലങ്ങളാണ്, ക്ഷയിച്ചു പോവും, നശിച്ചു പോവും, വീണ്ടും ദുഃഖം പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് ഇവിടുത്തെ ദുഃഖ നിവൃത്തിക്ക് നമ്മൾ എന്തൊക്കെ ഉപായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാലും അതൊന്നും ശാശ്വതമാകാത്ത. അതുകൊണ്ട് ദുഃഖ നിവൃത്തി എവിടെ സംഭവിക്കണം? തുര്യനിൽ, അവിടെ സംഭവിക്കണം. അതിന് മാനസിക വൃത്തികളുമായിട്ട് ബന്ധമൊന്നുമില്ല. മാനസിക വൃത്തികളിലൂടെയുള്ള നിവൃത്തി രൂപത്തിലുള്ള വൃത്തിയല്ല. പറഞ്ഞല്ലോ, തുര്യൻ കുറിച്ച് അടുത്ത് പറയും. സർവദാ എന്നുവെച്ചാൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സർവദൃക്കായിരിക്കുന്ന ആ തുരീയ സാക്ഷാത്കാരത്തിലൂടെ മാത്രമേ ഈ സർവദുഃഖങ്ങളും, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന സർവദുഃഖങ്ങൾ, അതിന്റെ നിവൃത്തി സംഭവിക്കത്തുള്ളൂ. അത് ഭാഷകാരൻ പറയും. എന്താണ്? തുരീയ സ്ഥിതനായിരിക്കുന്നവന്, തുര്യനിൽ നിലയുറപ്പിച്ചിരിക്കുന്നവൻ എന്നൊക്കെ പറയും. ഭാഷ കൊണ്ട് അത്രേ പറയാൻ പറ്റും. സർവദൃക്കായിരിക്കുന്നവൻ അവന്, തുരീയ അധിഗമം സാധ്യമായവന്, തുരീയ തത്വത്തെ ബോധ്യമായവന്, അങ്ങനെയുള്ളവന് മാത്രമേ സർവ ദുഃഖ നിവൃത്തിയും സംഭവിക്കത്തുള്ളൂ. ദുഃഖ നിവൃത്തിക്ക് സമർത്ഥനായിരിക്കുന്നവൻ ഈ തുര്യനാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ബാക്കിയുള്ള ദുഃഖ നിവൃത്തിക്കുള്ള ഉപായങ്ങളെല്ലാം താത്കാലികമാണ്. അതുകൊണ്ട് പറയുന്നു അതിന് സമർത്ഥനായിരിക്കുന്നവൻ തുര്യനാണ്. ഇവിടുത്തെ പ്രത്യേകത അതാണ്. എല്ലാ ചിന്തകളും തുര്യനിൽ അവസാനിപ്പിക്കാൻ പറയും. തുര്യൻ ചിന്തകളെല്ലാം ഒടുങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് തുര്യനെ ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് തുര്യനെ സംബന്ധിച്ചുള്ള നമ്മുടെ മിഥ്യാധാരണകളെ അകറ്റും. ആ രീതിയിലാണ് ഇവിടുത്തെ വിശദീകരണം. ഈശാനൈത്യസ്യ പദസ്യ വ്യാഖ്യാനം പ്രഭു. ഈശാനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം പ്രഭു എന്നർത്ഥം. ദുഃഖ നിവൃത്തിം പ്രതി പ്രഭവതി. ആ ദുഃഖ നിവൃത്തിക്ക് സമർത്ഥനായിരിക്കുന്നവൻ, ശക്തനായിരിക്കുന്നവൻ, യോഗ്യനായിരിക്കുന്നവൻ തുര്യനാണ്. തുര്യൻ എന്തുകൊണ്ട് അതിന് കഴിയുന്നു? കാരണം തുര്യന് സങ്കല്പങ്ങളില്ല, ചിത്തവൃത്തികളില്ല. അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് ശാന്തനും ശിവനും അദ്വൈനുമായിരിക്കുന്നു. പിന്നെ അവിടെ ദുഃഖത്തിന് സ്ഥാനം. അതിൽ നിന്ന് വ്യതിചലനം സംഭവിച്ച് ഈ മാനസിക ലോകത്തിലേക്ക് വരുമ്പോൾ, ആ ലോകത്ത് നിൽക്കുമ്പോൾ അവിടെ ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കും. സുഖവും ദുഃഖമായി തന്നെ. അതുകൊണ്ട് ഭാഷ്യകാരനത് വ്യാഖ്യാനിക്കുകയാണ്. തദ് വിജ്ഞാന നിമിത്തത്വ ദുഃഖ നിവൃത്തി. ദുഃഖ നിവൃത്തി എന്ന് പറയുന്നതിന് എന്താ കാരണമായിട്ട് നമുക്ക് പറയാമെന്നുള്ളത്
തദ്വിജ്ഞാനം, ആ തുര്യനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധം, തുര്യനെ കുറിച്ചുള്ള തത്വജ്ഞാനം, ആ ജ്ഞാനമാണ് സർവ്വദുഃഖങ്ങളെയും നിവർത്തിക്കുന്നത്. അല്ലാതെ നിങ്ങൾ എന്ത് അഭ്യാസത്തിലൂടെ എന്തെല്ലാം അവസ്ഥകളെ പ്രാപിച്ചാലും ശരി, ദുഃഖനിവൃത്തി സാധ്യമല്ല തുരീയ തത്വജ്ഞാനം കൂടാതെ. എന്തവസ്ഥകളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റ് ഭൗതികമായ ഉപായങ്ങളിലൂടെ സ്വർഗപ്രാപ്തി, അവിടെ ദുഃഖനിവൃത്തി വരില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ആന്തരികമായ ഉപായങ്ങളിലൂടെ സമാധിയെ പ്രാപിച്ചാലും ദുഃഖനിവൃത്തി ഉണ്ടാകുമോ? ഉണ്ടാകും. സമാധിയിലിരിക്കുന്നിടത്തോളം കാലം. സമാധിയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ആ ഉണർവിന് ദുഃഖമുണ്ടായിരിക്കും. അതുകൊണ്ടിവിടെ പറയുന്നു തദ്വിജ്ഞാനം എന്നുവെച്ചാൽ അതുരീയ സാക്ഷാത്കാരം. അത് മാത്രമാണ് ദുഃഖനിവൃത്തികളുടെ ഉപായം. അവിടെ സർവ്വദുഃഖങ്ങളും നിവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, സർവ്വദുഃഖങ്ങൾക്കും സാധകനായിരിക്കുന്നത് തുര്യൻ തന്നെ. സർവ്വദുഃഖങ്ങളെയും നിലനിർത്തിയിരിക്കുന്നത്, സർവ്വദുഃഖങ്ങളും നിലനിർത്തുന്നത് ഈ തുര്യനിൽ തന്നെ. അതുകൊണ്ട് ആ ദുഃഖ നിവർത്തിക്ക് ആശ്രയിക്കേണ്ടതും തുര്യനെ തന്നെ. കാരണം അതിന് സർവശക്തനായ രാജാവിന് ശിക്ഷിക്കാനും അധികാരമുണ്ട്, രക്ഷിക്കാനും അധികാരമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. സർവ്വദുഃഖങ്ങളെയും നിലനിർത്തിയിരിക്കുന്നു തുര്യനാണ്. അതുകൊണ്ട് തുര്യനെ കുറിച്ച് പറയുന്നതാണ് സർവ്വദുഃഖ സാധകനാണ്. തുര്യനിലാണ് സർവ്വദുഃഖങ്ങളും നിലനിർത്തുന്നത്. അത് ഏതുവരെ? തദ്വിജ്ഞാനപ്രാപ്തി വരെ. ആ വിജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാലോ അതേ തുര്യൻ തന്നെ സർവദുഃഖ ബാധകനാകുന്നു. ഇവിടെ പറയും രണ്ടും ഒരാൾ തന്നെ, സർവ്വദുഃഖങ്ങളെയും ബാധിക്കുന്നതും അവൻ തന്നെ എന്ന് പറയും. അതുകൊണ്ടാണ് മറ്റൊരു ഉപായമില്ലെന്ന് പറയുന്നത്. ദുഃഖം എവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ നിന്ന് ആ ദുഃഖം ഇല്ലാതാകും. പരമാർത്ഥത്തിൽ അത് നിലനിൽക്കുന്നത് തുര്യനിലാണ്. എന്തുകൊണ്ട്? മനസ്സും ശരീരവും അതെല്ലാം പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ചമെല്ലാം തുര്യനിലാണ് നിൽക്കുന്നത്. തുര്യന്റെ സ്പന്ദനങ്ങളാണെന്ന് പറഞ്ഞു നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞു. അത് പോകണമെങ്കിൽ ഇവിടെ അവിടെ തന്നെ അതില്ലാതാകണം. അതിന് പുറമെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് പാഴ്വേലയാണ്. വീണ്ടും അത് കടന്നു വരും. അതുകൊണ്ട് അതിനാധാരമായിരിക്കുന്ന സർവ്വദുഃഖങ്ങൾക്കും ആധാരമായിരിക്കുന്ന, സർവ്വദുഃഖങ്ങൾക്കും സാധകമായിരിക്കുന്ന ആ തുര്യൻ തന്നെ, തുര്യനിൽ തന്നെ അതിന്റെ ബാധ വരണം. അതിന് ബാധകമെന്ന് പറയുന്നു. അതെന്തുകൊണ്ടേ വരത്തുള്ളൂ? അതാണ് പറയുന്നത് തദ്വിജ്ഞാനം, തുര്യ വിജ്ഞാനം കൊണ്ട്. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു തദ്വിജ്ഞാന നിമിത്തത്വാ ദുഃഖനിവൃത്തേഹി. ദുഃഖനിവൃത്തി തദ്വിജ്ഞാന നിമിത്തമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തുര്യനെ ഇവിടെ പറയുന്നത് എന്താണ്? പ്രഭു. അതാണ് ഇതിന്റെ തുടക്കത്തിൽ ഓർമ്മ ഉണ്ടാകുമെന്നറിയത്തില്ല. തുടങ്ങുന്ന സമയത്ത് ഭാഷ്യകാരൻ പറഞ്ഞു പാതുനസ്തുരീയ, ആ തുര്യൻ ഞങ്ങളെ രക്ഷിക്കട്ടെ. അവിടെ പ്രാർത്ഥന തുര്യനോടാണ്. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒന്നിനോട് തന്നെ, നമ്മുടെ സങ്കല്പത്തിലുള്ള ദൈവത്തിനോടോ നമ്മുടെ സങ്കല്പത്തിലുള്ള ദേവതകളോടോ അല്ല, മറിച്ച് പരമാർത്ഥ സ്വരൂപനായിരിക്കുന്ന തുര്യൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മളെ ശിക്ഷിക്കുന്നത് ഈ തുര്യൻ തന്നെ. ആ ശിക്ഷിക്കുന്നവനെ രക്ഷിക്കാൻ പറ്റും. ആത്യന്തികമായി അവൻ തന്നെ രക്ഷിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് തുടക്കത്തിൽ. അല്ലെങ്കിൽ അവിടെയും പലർക്കും സംശയം വരും, തുര്യനോട് എന്താ പ്രാർത്ഥിക്കാം?
പലരും ചോദിക്കാറുണ്ടല്ലോ, നിർഗുണ ബ്രഹ്മത്തിനോട് എന്താ പ്രാർത്ഥിക്കാൻ? നിർഗുണ ബ്രഹ്മം, അതിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനുള്ള ഒന്നുമില്ലല്ലോ. മനസ്സില്ല, മറ്റൊന്നും അവിടെയില്ല. പിന്നെ അതിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? പക്ഷെ ഭാഷ്യകാരൻ അതിനോടാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് നസ്തുരീയ, ആദ്യത്തെ 2 ശ്ലോകങ്ങൾ, ആ തുര്യനെ ഞാൻ നമസ്കരിക്കുന്നു. യത്തന്നതോസ്മി 2 ശ്ലോകങ്ങളും അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എന്തിനാ നമസ്കരിക്കുന്നത്? ദുഃഖ നിവൃത്തിക്ക് വേണ്ടി. എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കുന്നത്? ദുഃഖത്തെ നിവർത്തിപ്പിച്ചുകൊണ്ട്. ആത്യന്തികമായി അവിടെ സാധ്യമാകും. അവിടെ ചോദ്യം വരും, എന്താണ് അതെങ്ങനെ നിർഗുണത്തിൽ പ്രാർത്ഥന ചെല്ലും? കാരണം പ്രാർത്ഥിക്കണമെങ്കിൽ, പ്രാർത്ഥന കേൾക്കണമെങ്കിൽ കേൾക്കാനൊരു ചെവിയും നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ കാണാനുള്ള ഒരു കണ്ണും എല്ലാം വേണ്ടേ? അത് സഗുണത്തിലല്ലേ സാധ്യമാവും. നിർഗുണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സങ്കല്പത്തിൽ ഒരു ഗുണമില്ലാത്തതെന്നാണ്. അതിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ആ ഒരു തത്വം ഇവിടെ മനസ്സിലാക്കിയാൽ മതി. എന്താണ്? നിർഗുണത്തിന് കാണുന്നതിന് കണ്ണ് വേണ്ട, നിർഗുണത്തിന് കേൾക്കുന്നതിന് ചെവി വേണ്ട. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമാകത്തില്ല. കണ്ണില്ലാതെ കാണാനും ചെവിയില്ലാതെ കേൾക്കാനും കഴിയുന്നവനാണ്. പിന്നെ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മുടെ സൗകര്യത്തിൽ നമ്മൾ വാശി പിടിക്കുകയാണ്. എനിക്ക് കണ്ണുണ്ട്, അതുകൊണ്ട് എന്റെ ഈശ്വരനും കണ്ണ് വേണം. ഈശ്വരന് നമ്മൾ കണ്ണ് വയ്ക്കുന്നു. എനിക്ക് ചെവിയുണ്ട്, അതുകൊണ്ട് ഈശ്വരനും ചെവി വേണം, ഈശ്വരന് ചെവി വയ്ക്കുന്നു. നമ്മുടെ മിഥ്യയായ സങ്കല്പങ്ങളനുസരിച്ച് നമ്മളിലുള്ള ഓരോന്നുകൂടെ ആരോപിച്ചിട്ടാണ് നമ്മളിലുള്ളതെല്ലാം അതിൽ കൂടി വലുതായി ഭംഗിയായി ഈശ്വരനും ആരോപിക്കുന്നു. അതാണ് സഗുണ കൽപ്പന എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് കൽപ്പിച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദുഃഖ നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെവിടെ കൽപ്പിക്കുന്നു? ഈ തുര്യനിലാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ പിന്നീട് നമ്മുടേതായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നു. അങ്ങനെ നമ്മളെന്ത് ചെയ്യുന്നു? സന്ധി ചെയ്യുന്നു. പരമാർത്ഥ തത്വത്തിലുമായിട്ട് നമ്മൾ ചില സന്ധി ഏർപ്പെടുന്നു, കോംപ്രമൈസ് എന്ന് പറയും. എന്നിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മളതിനെ ഉൾക്കൊള്ളുന്നു. അതിന് ശാസ്ത്രം അനുവദിച്ചു തരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണോ, പലപ്പോഴും നമ്മുടെ നിലയിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇവിടെ അതല്ല. ഇവിടെ പറയുന്നത് ആ നിലയിൽ നമ്മൾ കയറി ചേരണം. ഇവിടെ അങ്ങനെ നമ്മളോട് യാതൊരു സന്ധിക്കും തയ്യാറല്ല. തത്വചിന്തയിൽ പരമാർത്ഥത്തെ പറയുന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്? സർവ്വ ദുഃഖ നിവൃത്തിക്കും നിമിത്തമായിരിക്കുന്നത് ആ തുരീയ വിജ്ഞാനമാണ്, മറ്റൊന്നുമല്ല. ആ പരമാർത്ഥത്തിൽ നിന്നാൽ മതി ദുഃഖ നിവൃത്തികൾ സംഭവിക്കും. അത് മനസ്സിലാക്കാമെങ്കിൽ അത് മതി. അതിന്റെ ബോധം ഉള്ളിൽ സ്ഫുരിച്ചാൽ, മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതാണ്, അത് പര്യാപ്തമാണ്. അല്ലെങ്കിലോ അതേ ശാസ്ത്രം തന്നെ നമ്മളെ സഹായിക്കും, നമ്മളെ നിലയിലേക്ക് ഇറങ്ങി വന്നിട്ട്. അതല്ലേ ചിലടത്ത് പറയും, എന്താണ് ഈ ദുഃഖ നിവൃത്തിയെക്കുറിച്ചും മറ്റും പറയുന്ന സന്ദർഭങ്ങളിൽ പറയും, പഞ്ചസാര സ്വയം അതിന്റെ മധുര അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പഞ്ചസാര ആകുന്നതിന് നല്ലത് പഞ്ചസാരയെ മധുരിക്കുന്നവനാകും എന്ന് പറയും.
അതും ശാസ്ത്രസമ്മതമായൊരു കാര്യം തന്നെ. അബദ്ധമെന്നല്ല ഞാൻ പറയുന്നു. അങ്ങനെ സാധാരണ പറയാറുണ്ട്. അത് പറയുന്നെങ്ങനെ ഇതിനോട് സന്ധി ചെയ്ത് പറയുന്നതാണ്. പഞ്ചസാരയ്ക്ക് സ്വയം മധുരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് പരമാർത്ഥമായ തത്വം. അതാണ് ഇവിടെ പറയുന്നത്. എന്താ? തുര്യൻ സ്വയം പ്രകാശിക്കുന്നവനാണ്. അവന്റെ ഒരു അഭ്യാസവും നടക്കത്തില്ല, മറ്റൊരുവന്റെ അഭ്യാസവും നടക്കത്തില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന പഞ്ചസാര, അതിന്റെ മാധുര്യം, അതൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? തുര്യനാണ്. സ്വയം പ്രകാശിക്കുന്നവനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള തത്വമാണ് അവിടെ പറയുന്നത്. പഞ്ചസാര സ്വയം മധുരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണോ? സ്വയം പ്രകാശിക്കുന്ന ഒന്നിനെ മറ്റൊന്നുകൊണ്ടും പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. അവിടെ അതിന്റെ ആവശ്യമില്ല. അതാണ് പരമാർത്ഥം. പക്ഷെ ആ പരമാർത്ഥം നമുക്ക് ബോധിക്കുന്നില്ലെങ്കിൽ, നമുക്ക് പഞ്ചസാരയായിരിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ മറ്റൊരു വഴിയുമില്ല. അവിടെ ശാസ്ത്രം നമ്മളെ സഹായത്തിന് വരെയാണ്. എന്താണ്? മാറിയിരുന്ന് അതിനെ അനുഭവിക്കുക. ഇതാണ് സഗുണവും നിർഗുണവും തമ്മിലുള്ള വ്യത്യാസം എന്നെല്ലാം പറയും. ശാസ്ത്രം തന്നെ കൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യത്യാസമാണ്. അത് നമ്മളുമായിട്ട് സന്ധി ചെയ്യുന്നതാണ്. നിനക്കതായിരിക്കാൻ കഴിവില്ലെങ്കിൽ, നിനക്ക് തുരീയസ്ഥിതനാകാൻ കഴിയില്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും മാർഗങ്ങളെ ആശ്രയിച്ചുകൊണ്ട് താത്കാലികമായ ദുഃഖനിവൃത്തി വരുത്തിക്കൊള്ളുക എന്ന് ശാസ്ത്രം സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷെ അത് ആത്യന്തികമാണ്. ആത്യന്തികം എന്താണ്? ദുഃഖനിവൃത്തി തദ്വിജ്ഞാനം കൊണ്ട് തന്നെ സംഭവിക്കണം. തുരീയസ്ഥിതനായി തന്നെ സംഭവിക്കണം. അവിടെ പഞ്ചസാര വേറെ, അനുഭവിക്കുന്നവൻ വേറെ, അനുഭവം വേറെ, ഇങ്ങനെയൊന്നുമില്ല. എല്ലാം പഞ്ചസാര. അനുഭവിക്കുന്നവനും പഞ്ചസാര, അനുഭവവും പഞ്ചസാര, അനുഭവ വിഷയമായിരിക്കുന്നു പഞ്ചസാര. അതാണ് ഇവിടെ പറയുന്നത്. സർവ്വദുഃഖങ്ങൾക്കും സാധകമായിരിക്കുന്ന ആ തുര്യൻ തന്നെ സർവ്വദുഃഖങ്ങൾക്കും ബാധകവുമായിരിക്കുന്നു. ഇല്ലാതാക്കുന്നു അവൻ തന്നെ. അത് അദ്വയം. അവിടെ പഞ്ചസാര അനുഭവിക്കുന്നവൻ, അനുഭവം, ഇങ്ങനെ മൂന്നില്ല. ഏകമായ തത്വം മാത്രം. അതാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. തദ്വിജ്ഞാന നിമിത്തത്വ ദുഃഖനിവൃത്തി. ഇതാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തി. അത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾക്കത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, ആ ഒരു തത്വം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ, ദുഃഖനിവൃത്തിക്ക് വേണ്ടി നമ്മൾ മറ്റെന്തെങ്കിലും ഉപായങ്ങൾ സ്വീകരിക്കണം. അപ്പൊ നമുക്ക് പഞ്ചസാര ആകണ്ട, പഞ്ചസാരയെ ആസ്വദിക്കുന്നവനാകാം. അതുകൊണ്ടാണ് ആത്യന്തികമായി സഗുണ നിർഗുണങ്ങൾ തമ്മിൽ സംഘട്ടനമില്ല എന്ന് പറയുന്നത്, വിരുദ്ധമല്ല എന്ന് പറയുന്നത്. സഗുണമെന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അവിടെ ശ്രുതി, ആചാര്യൻ, ശാസ്ത്രം നമ്മുടെ നിലയിലേക്ക് താഴ്ന്നു വരുന്നു. നിർഗുണമെന്ന് പറയുമ്പോഴോ അതെല്ലാം അതിന്റെ നിലയിലേക്ക് കയറി ചെല്ലാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും തമ്മിൽ എന്താ? രണ്ടിന്റെയും പരമമായ താല്പര്യം ഒന്ന് തന്നെ. അത് സാന്ദർഭികമായി പറഞ്ഞാണ്. അവ്യയോ ന വേദി സ്വരൂപ ന വ്യഭിചരതീതി യാവത്. അടുത്ത് പറയുന്നത് നിവൃത്തെ സർവദുഃഖങ്ങളുടെയും നിവൃത്തിക്ക് ഈശാനൻ പ്രഭുവായിരിക്കുന്നവൻ അമ്പിയനാണ്. സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും അതിന് മാറ്റം വരുന്നില്ല. ആ നിലയിൽ ഇവിടെ അങ്ങനെയല്ല. അതിന്റെ താഴ്ന്ന തലങ്ങളിലാകുമ്പോൾ മാറ്റം വരുന്നു. അതാണ് ഞാൻ മാറിയിരുന്ന് ആ പഞ്ചസാര അനുഭവിക്കുന്നു. അവിടെ മാറ്റമുണ്ട്. സഗുണമായ ദ്വൈതമായ അനുഭവങ്ങളിലെല്ലാം മാറ്റമുണ്ട്. വലിയ വലിയ അഭ്യാസങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വലിയ വലിയ ആനന്ദങ്ങളെയൊക്കെ അനുഭവിക്കാൻ പറ്റും. ഭൗതികമായും ആധ്യാത്മികമായുമുള്ള ആനന്ദങ്ങളുണ്ട്. ശ്രുതി തന്നെ പറയുമല്ലോ, ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ചിലിനെ കുറിച്ച് പറയും.
യുവാവിന്റെ ആനന്ദത്തെക്കാൾ വലുതാണ്. സർവ്വ ഐശ്വര്യങ്ങളുമുള്ള സമ്പന്നനായ ഒരുവന്റെ ആനന്ദം. ഇത്തരത്തിൽ ആനന്ദത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന്റെ പരവുമായ അവധി ഭൂമാവാണ്. അത് ആനന്ദസ്വരൂപനായ പരമാത്മാവ് തന്നെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഈ ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുഭവിക്കുന്ന സ്ഥലം, അതാണ് എല്ലാ അഭ്യാസങ്ങളും. സമാധി പര്യന്തമുള്ള എല്ലാ സാധനങ്ങളും അതിനു വേണ്ടിയിട്ടാണ്. ഇവിടെ അങ്ങനെയല്ല. അവിടെയുള്ള ഏറ്റക്കുറച്ചിൽ വരുന്നു. സ്വരൂപ എന്ന വ്യഭിചരതി. തുരീയ സ്ഥിതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വരൂപത്തിൽ നിന്നും വ്യതിചലനം സംഭവിക്കുന്നില്ല. അവന് അനുഭവിക്കാനായിട്ടൊരു ആനന്ദമില്ല. അവന്റെ പ്രതീക്ഷയിൽ ഇനിയൊരു ആനന്ദം, വലിയൊരാനന്ദം അതിനെ അനുഭവിക്കാം, അങ്ങനെ ഒന്നില്ല. എന്തുകൊണ്ട്? അവൻ ആനന്ദസ്വരൂപനാണ്. പ്രകാശം സങ്കല്പിച്ചു നോക്കാം. പ്രകാശം ഒരിക്കലും അതിന് സങ്കല്പിക്കുന്നതിന് ശേഷിയുണ്ടെങ്കിൽ ഇരുട്ടിനെ മാറ്റുന്നതിന് വേണ്ടി ഒരു പ്രകാശത്തെ അത് സങ്കല്പിക്കത്തില്ല, ആഗ്രഹിക്കത്തില്ല. കാരണം അതിനത് സ്വയം പര്യാപ്തമാണ്. സ്വയം അത് ഇരുട്ടിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യത്തിൽ ഇരുട്ട് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പിന്നീടത് ഒരു പ്രകാശത്തെ അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പറയും എന്താണ്? പരാപേക്ഷ കൂടാതെ ഉള്ള പ്രകാശമാണ് സ്വയം പ്രകാശം എന്ന് പറയും. അതുപോലെ തുര്യൻ എന്താണ്? യാതൊരു തരത്തിലുള്ള വികാര വിചാരങ്ങൾക്കും അനുഭവങ്ങൾക്കും വിധേയനല്ല. അതുകൊണ്ട് വേറെ സ്ഥലത്ത് ശ്രുതി തന്നെ പറയുന്നതാണ് അനുഭവ അതീതം ബ്രഹ്മ എന്ന് പറയും. സർവ്വ അനുഭവങ്ങൾക്കും അത് അതീതനാണെന്ന് പറഞ്ഞാൽ എന്താണ്? അത് അനുഭവ സ്വരൂപമാണ്. അപ്പോൾ അതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. അത്തരം വികാരങ്ങളൊന്നും അവിടെ സംഭവിക്കാത്തതുകൊണ്ട് അറിവിന്റെ വികാരം, ആനന്ദത്തിന്റെ വികാരം, ആഗ്രഹത്തിന്റെ വികാരം, ക്രിയയുടെ വികാരം, കാരണം പ്രധാനമായി വരുന്ന വികാരങ്ങൾ, ചിത്തത്തിൽ വരുന്ന വികാരങ്ങൾ, ഇത്തരം വികാരങ്ങളൊന്നും അവിടെ സംഭവിക്കാത്തതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? സ്വരൂപ എന്ന വ്യഭിചരതി. സ്വരൂപത്തിൽ നിന്ന് അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അവിടെ സംഭവിക്കുന്നില്ല. അവിടെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തുര്യന് ബാധകമായി സംഭവിക്കുന്നില്ല. അവിടെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ തുര്യനിൽ സാധകമായി എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് തുര്യനെ സ്പർശിക്കത്തില്ല. തുര്യന് മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തുര്യനെ സ്പർശിക്കുന്നില്ല. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരുപാട് കാഴ്ചകൾ, നന്മയും തിന്മയും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. ആ നന്മയും തിന്മയും നല്ലതും ചീത്തയും ഒന്നും നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നില്ലല്ലോ. കണ്ണ് കേവലം അതിനെയൊക്കെ കാണുന്നു, അത്രയേ ഉള്ളൂ. അതാണ് ഇതിനെല്ലാം സാധകമായി തുര്യൻ നിൽക്കുന്നു എന്ന് പറയുന്നതാണ്. തുര്യനെ ഇതിനൊന്നും ബാധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന വ്യഭിചരതി, തുര്യനിൽ ഒരു മാറ്റവും ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. കാണുന്ന വസ്തു ചുവന്നിരുന്നു എന്നതുകൊണ്ട് കണ്ണ് ചുവക്കുന്നില്ല. വെളുത്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കണ്ണ് വെളുക്കുന്നില്ല. കാഴ്ചയെ അത് ബാധിക്കുന്നില്ല, കണ്ണിന്റെ കാഴ്ചയെ. അതുപോലെ ഒരനുഭവങ്ങളും ഈ തുര്യനെ സ്പർശിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അതിന് യാതൊരു മാറ്റമില്ലാതെ ഇരിക്കുന്നു തുര്യൻ. എന്താണ്? അതേസമയം കണ്ണിന്റെ മുമ്പിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് വേണമെന്നോ വേണ്ടെന്നോ കണ്ണിന് ആഗ്രഹമൊന്നുമില്ല. സംഭവിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ. ഈ ചിത്തവൃത്തികളെല്ലാം നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഒടുങ്ങുന്നെങ്കിൽ ഒടുങ്ങട്ടെ. തുര്യനതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ
അടുത്ത് പറയും സർവ്വത്. ജാഗ്രതത്തിൽ എന്ത് ചെയ്യുന്നു? സ്വപ്നത്തിലും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. സുഷുപ്തിയിലേക്ക് ചെല്ലുമ്പോഴോ ഇതെല്ലാം ഒടുങ്ങിപ്പോകും. തുര്യൻ രണ്ടിലും ഏകാഭിപ്രായക്കാരനാണ്. അവനെന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം സാധകനായി തന്നെ നിലനിൽക്കുന്നു. തന്നിൽ ഇതിനെല്ലാം നിലനിർത്തുന്നു. പക്ഷേ സ്വയം തന്നെ അത് ബാധിക്കുന്നു. അതിന് തുര്യനെ ബാധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയുന്നു അതിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. സ്വരൂപാന്ന വിചരതി. യദ്കുത എന്തുകൊണ്ട് അത് വിശദീകരിക്കുന്നു? യസ്മാത് അദ്വൈത സർവഭാവാനാം രജ്ജുസർപ്പവത് നഷാത്വാ സയേഷ ദേവോ ദ്യോതനാ തുരീയ ചതുർത്ഥോ വിഭുർ വ്യാപി സ്മൃത. ഇത് പറയുന്നത് എന്താണ്? വിദ്യുത് അനുഭവസിദ്ധമായ കാര്യമാണ്. വിദ്വാൻമാരുടെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. തുര്യന്റെ ഈ നില ഒരു കൽപ്പനയല്ല. കാരണം ഒരു കൽപ്പനയുടെ ആവശ്യം അവിടെ ഇല്ല. തന്റെ ഉണ്മ തന്റെ കൽപ്പനയെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. ഉണ്മയെ ആശ്രയിച്ച് താൻ കൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ. താൻ കൽപ്പിച്ചാലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും തന്റെ ഉണ്മ സ്വതന്ത്രമാണ്. ആ ഉണ്മയാണ് തുര്യൻ. അതുകൊണ്ട് ഇതൊരിക്കലും ഇതിനെ കൽപ്പനയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കി നമ്മുടെ സങ്കല്പങ്ങൾ, ഏത് സങ്കല്പവും അത് കൽപ്പന തന്നെയാണ്. മറിച്ച് എന്താണ്? വിദ്വാൻമാരുടെ അനുഭവമാണ് തുര്യനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്മൃത, അങ്ങനെ സ്മരിക്കപ്പെട്ടിരിക്കുന്നു. അനുഭവിച്ചാലേ സ്മരിക്കാൻ പറ്റും. ഇവിടെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നതിനാണ് സ്മരണ എന്ന് പറഞ്ഞിരിക്കുന്നത്. തുര്യനെ ഇങ്ങനെ ജ്ഞാനികൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ? അദ്വൈത സർവഭാവാന, അദ്വൈനായി സർവഭാവങ്ങളുടെയും ആധാരമായി ഇതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സർവഭാവങ്ങൾ എങ്ങനെ? രജ്ജു സർപ്പവത് നിഷാത്വാ, രജ്ജുവിലെ സർപ്പത്തെ പോലെ തന്നിൽ ആരോപിച്ചിരിക്കുന്നത്. പറഞ്ഞല്ലോ, തന്നെ ബാധിക്കാത്തതും താൻ സർവത്തിനും സാധകനായി നിലകൊള്ളുന്നതും. അതാണ് രജ്ജു സർപ്പവത്ത് എന്ന് പറയുന്നത്. ആ തത്വത്തിന്റെ പരമമായ സൂക്ഷ്മതയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രജ്ജുസർപ്പം എന്ന് പറയുന്നത്. ആ രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തിൽ ഒരു സൂക്ഷ്മതയുണ്ട്, വളരെ സൂക്ഷ്മത. നമുക്കറിയാമല്ലോ, അനുഭവം തന്നെ ക്ഷണികമാണ്. ഒന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ രജ്ജു സർപ്പം ഉണ്ടായി മറഞ്ഞു. അപ്പോൾ എത്രമാത്രം സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മത ഈ തത്വഗ്രഹണത്തിനും ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നത്. സയേഷ ദേവോ, ഈ ദേവൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്വൈത സർവഭാവാനാം ദേവ. ദേവനെന്നെന്തുകൊണ്ട് പറഞ്ഞു? ദ്യോതന, പ്രകാശിക്കുന്നതുകൊണ്ട്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ആ ബോധസ്ഫുരണം. ആ ബോധസ്ഫുരണ രൂപത്തിൽ സർവത്തെയും ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവിടെ പറയുമല്ലോ, രജ്ജുവിൽ സർപ്പത്തെ ആരോപിച്ചിരിക്കുന്നു. പുറമേ ഒരു രജ്ജുണ്ട്, അതിൽ നമ്മൾ സർപ്പത്തെ കൽപ്പിച്ചു. ഇവിടെ തുര്യനിൽ എന്താണ്? തുര്യനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവഭാവാന, സർവഭാവങ്ങളെയും തുര്യനിൽ ആരോപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. തുര്യനിൽ സർവഭാവങ്ങളെയും ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാരോപിക്കുന്നു? തുര്യൻ സർവഭാവങ്ങളെയും ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നർത്ഥം. തുര്യൻ സർവഭാവങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. മനസ്സും ശരീരവും അവിടെ തുടങ്ങി ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ഞാനും നീയും എല്ലാം എന്താണ്? തുര്യന്റെ പ്രകാശത്തിൽ നിൽക്കുന്നു.
തുര്യൻ ഇതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നതിനാണ് ഇവിടെ ആരോപിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. പുറമേ നമ്മൾ കാണുന്നതിനെ സംബന്ധിച്ച് ആരോപിക്കുക എന്ന് പറയും. നമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് എന്താണ് തുര്യൻ ഗ്രഹിക്കുന്നു എന്ന് പറയും. വേറെ രീതിയിലും പറയാം, എന്താണ് തുര്യന്റെ ആ സ്ഫുരണത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ദേവൻ എന്നൊരു പേര് വന്നത്. ദേവൻ എന്നുള്ള ശബ്ദത്തിന് പ്രകാശിക്കുന്നവനെന്നോ പ്രകാശിപ്പിക്കുന്നവനെന്നോ അർത്ഥം പറയാം. ദ്യോതനാ, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയാം. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വന്തം ഉണ്മ, സ്വന്തം സത്ത അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നിരപേക്ഷമായി മറ്റൊന്നിനെ ആശ്രയിക്കാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ തുര്യനൊരു കൽപ്പനയല്ല എന്ന് പറയുന്നത്. തുര്യനെ കൽപ്പിക്കാൻ അവിടെ ആരുമില്ല. കാരണം സ്വന്തം ഉണ്മയിൽ സ്വന്തം സത്തയിലാണ് നിലനിൽക്കുന്നത്. അതിനെ കൽപ്പിക്കാൻ മറ്റൊരുവന്റെ വേണം, അതില്ല ഇവിടെ. എന്നിൽ താനല്ലാതെ വേറൊരുവനില്ലല്ലോ. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന് എന്താണ്, ഞാൻ എന്താ എന്നെ കൽപ്പിച്ചിരിക്കുന്ന മറ്റൊരാൾ എന്നിൽ ഇരിക്കുന്നു, അതെനിക്ക് പറയാൻ കഴിയുന്നില്ല. എനിക്ക് പരമാവധി എന്നെ സംബന്ധിച്ച് ഉള്ള ചിന്ത എല്ലാം എന്നിൽ തന്നെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് സ്വയം സത്താരൂപത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇത് കൽപ്പനയല്ല, ഭാവനയല്ല. ഇത് മാത്രമേ ഭാവനയാകാത്തതോ ഈ തുര്യന്റെ സ്ഫുരണം. ബാക്കിയെല്ലാം നമ്മുടെ ഭാവനയാണ്. തുര്യ സ്ഫുരണം ഭാവനയല്ല. ആ തുര്യ സ്ഫുരണത്തിൽ സർവ്വഭാവനകളും വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവനെന്ന് പറയുന്നത്. പ്രകാശിപ്പിക്കുന്നവനെന്ന് എന്തുകൊണ്ട് പറയുന്നു? മറ്റു സർവത്തെയും ഇവൻ പ്രകാശിപ്പിക്കുന്നു എന്നുവെച്ചാൽ ഈ പ്രകാശത്തിൽ മറ്റു സർവ്വതും പ്രകാശിക്കുന്നു. അതാണ് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. തുരീയ സ്ഫുരണത്തിൽ മറ്റു സർവവും അനുഭവപ്പെടും. തുരീയ സ്ഫുരണം സ്വയം അനുഭവരൂപത്തിൽ നിൽക്കുകയും മറ്റു സർവവും എന്താണ് അതിൽ അനുഭവപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ദ്യോതനാ, പ്രകാശിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ എന്ന് രണ്ടർത്ഥവും വരുന്നു. ചതുർത്ഥ, തുര്യന്റെ അർത്ഥം പറഞ്ഞു ചതുർത്ഥൻ. പലതവണ അത് വിശദീകരിച്ചാണ്. ചതുർത്ഥൻ, നാലാമത്തത് എന്നുള്ള അർത്ഥം എടുക്കരുത്. സർവദൃക് എന്നുള്ള അർത്ഥം എടുക്കണം. എന്തുകൊണ്ട്? വിശ്വന് സർവദൃക്കല്ല, തൈജസ്സനതല്ല, പ്രാജ്ഞനും അതല്ല. ഇവർക്ക് പരസ്പരം പരിചയമില്ല. വിശ്വനിൽ തൈജസ്സനില്ല, പ്രാജ്ഞനില്ല, പ്രാജ്ഞനിൽ ഇത് രണ്ടുമില്ല. തുര്യനാണെങ്കിലോ അടുത്ത് പറയും സർവദിക് സദാ. അതുകൊണ്ട് അവന് ചതുർത്ഥൻ എന്ന് പറഞ്ഞു. ഈ മൂന്നിൽ നിന്നും വിലക്ഷണം. കഴിഞ്ഞ ദിവസം അത് വ്യാഖ്യാനിച്ചാണ്. വിഭുർ വ്യാപി സ്മൃത, അവൻ സർവവ്യാപിയായിരിക്കുന്നു. സർവവ്യാപി എന്ന് പറഞ്ഞാലും മറ്റ് സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന സങ്കല്പം എന്താണ്? തൂണിലും തുരുമ്പിലും എല്ലാം വ്യാപിച്ചിരിക്കുന്നവൻ. നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയൊരു സങ്കല്പമാണ്. തൂണിലും തുരുമ്പിലുമൊക്കെ വ്യാപിച്ചിരിക്കുന്നവനാണ് സർവവ്യാപി. ഈശ്വരനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്താണ്? തൂണിലും തുരുമ്പിലുമെല്ലാം വ്യാപിച്ചിരിക്കുന്നവൻ. ഇവിടെ ആ അർത്ഥമുണ്ട്, പക്ഷെ അത് പോരാ. മാണ്ഡവ്യത്തിൽ അങ്ങനെ ചിന്തിച്ചാൽ പോരാ. എന്തുകൊണ്ട്? ഈ തൂണിലും തുരുമ്പിലും ഒക്കെ വ്യാപിച്ചിരിക്കുന്നവനാണ് സർവ്വവ്യാപി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ജാഗ്രത സത്യമായി നമുക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ച് ജാഗ്രത പരമാർത്ഥമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവവും എന്ന് പറഞ്ഞാൽ ഈ തൂണും തുരുമ്പും ഒക്കെയാണ്. അതെപ്പോഴും ഓർക്കണം, എന്താണ്? അത് മൂന്നിലൊന്നേ ആകുന്നുള്ളൂ. മൂന്നിലൊന്ന് മാത്രമേ ആകുന്നുള്ളൂ ജാഗ്രത. ഇവിടെ സർവ്വവ്യാപി എന്ന് പറഞ്ഞാലോ
ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിലും എല്ലാം വ്യാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തൂണും തുരുമ്പും എന്ന് പറയുമ്പോൾ സുഷുപ്തിയിലുണ്ടോ? ഇല്ല. സ്വപ്നത്തിലുണ്ടോ? ഇല്ല. അപ്പൊ അതിനെ രണ്ടിനെയും വിട്ടിട്ട് ഇവിടെ ഒരു ചിന്തയും ഒരു തത്വവും. അപ്പൊ വ്യാപി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് ധർമ്മങ്ങളിലും മൂന്ന് ധർമ്മികളിലും വ്യാപിച്ചിരിക്കുന്നവൻ സർവദൃക് എന്നർത്ഥം. അപ്പൊ അത് കേവലം ജാഗ്രത് ബോധത്തിൽ നിന്നുകൊണ്ട് സർവ്വവ്യാപിത്വത്തെ മനസ്സിലാക്കാൻ പാടില്ല. ഇതിന് വീണ്ടും ആവർത്തിച്ച് പറയും. ഇവിടെ ഒരു തരത്തിൽ മൂന്നിനും തുല്യ പ്രാധാന്യമാണ്. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും ഒരേ പ്രാധാന്യമാണ്. എന്തുകൊണ്ട്? വിശ്വനും തൈജസ്സനും പ്രാജ്ഞനും ഒരേ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ധർമ്മങ്ങളാണിത് മൂന്നും. അതിനെ താങ്ങി നിൽക്കുന്ന ധർമ്മികളാണ് വിശ്വ തൈജസ് പ്രാജ്ഞന്മാർ. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. ഇതിന് മൂന്നിനും ഒരേ പ്രാധാന്യം എന്തുകൊണ്ട് വന്നു? ഇത് മൂന്നും തുര്യനിൽ യാതൊരു പക്ഷപാതവുമില്ലാതെ ഒരുപോലെ ആരോപിക്കപ്പെട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ തുര്യൻ ഇതിന് മൂന്നിനും ഒരേപോലെ ആധാരമായിരിക്കും. തുര്യനിൽ ഇത് മൂന്നിനും ഒരേ സ്ഥാനം തരും. അതുകൊണ്ട് വിഭു വ്യാപി എന്ന് പറഞ്ഞാൽ എന്താണ്? ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലും വിശ്വ തൈജസ പ്രാജ്ഞന്മാരിലും സർവദൃക്കായിരിക്കുന്നവൻ എന്നുള്ള വിശാലമായ അർത്ഥത്തെ ഇവിടെ എടുക്കും. എന്നുള്ള കാര്യം സ്മൃത സ്മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിദ്വാൻമാരുടെ അനുഭവമാണിത്. അനുഭവത്തെ അവർ വീണ്ടും പറഞ്ഞിരിക്കുന്നു. സ്വാനുഭവത്തെ ആവർത്തിച്ച് പറയുന്നു. ഇതാണ് പരമാർത്ഥം. തുര്യനാണ് പരമാർത്ഥം. ബാക്കി ഇതെല്ലാം ആരോപിതമാണ്. തുര്യനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്. അല്ലെങ്കിൽ തുര്യനിൽ നിന്നും സ്വതന്ത്രമായി നിലനിൽക്കുന്നതാണ്. തുര്യനിൽ നിന്നും വേറിട്ട് വയ്ക്കുന്ന നിലനിൽപ്പില്ല എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു എന്നാണ്. നിവൃത്തി സർവദുഃഖാനാം ഈശാന പ്രഭുരവ്യയ അദ്വൈത സർവഭാവാനാം ഏവസ്തുര്യോ വിപുസ്മൃത കാര്യകാരണബദ്ധൗ തൗ ഇഷ്യേതേ വിശ്വതൈജസൗ പ്രാജ്ഞകാരണബദ്ധസ്തു ദൗതൗ തുര്യേന സിദ്ധ്യത. ശ്രുതിയിലും ഭാഷ്യത്തിലും പറഞ്ഞ കാര്യം തന്നെ. കാരികയിൽ അതിനെ ഒന്നുകൂടി വിശദീകരിക്കുന്നു. കാരികയുടെ ഭാഷയിൽ വിശദീകരിക്കുന്നു. അത് എന്തിനു വേണ്ടി? ആ തുര്യനെ ഒന്ന് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വിശ്വാദീനാം സാമാന്യ വിശേഷഭാവോ നിരൂപ്യതേ. വിശ്വതൈജസ പ്രാജ്ഞന്മാരുടെ ആ പൊതു സ്വഭാവം, ഓരോന്നിന്റെയും വിശേഷഭാവങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകത എന്താണ്, അതിനെ നിരൂപണം ചെയ്യുന്നു. നിരൂപണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ അനുഭവത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാറില്ല. നിരൂപണം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. ചിന്തിച്ചാലേ സത്യം പിടികിട്ടത്തുള്ളൂ. നേരത്തെ പറഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ ചിന്തിക്കുക. അതാണ് ചിന്തിക്കുന്നു എന്നർത്ഥം. പല കാര്യങ്ങളും അങ്ങനെയാണ്. പറയുമല്ലോ, അനുഭവിച്ചാലും പഠിക്കത്തില്ല എന്ന് പറയും. ഇത് അനുഭവിച്ചാലും മനസ്സിലാകത്തില്ല, ഇന്നതാണ് അനുഭവിക്കുന്നതാണ്. പിന്നെ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനാരെങ്കിലും ബോധ്യപ്പെടുത്തണം. മറ്റാർക്കും വേറൊരാളിന്റെ ഉള്ളിൽ കയറി ഒന്നും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. സ്വയം തന്നെ ബോധ്യപ്പെടണം. കേട്ടിട്ട് ബോധ്യപ്പെട്ടില്ലെങ്കിൽ സ്വയം ചിന്തിച്ച് ബോധ്യപ്പെടുന്നു. അതിനുവേണ്ടി സ്വയം ചിന്തിക്കാൻ വേണ്ടി ഇവിടെ നിരൂപണം ചെയ്യുന്നു, ചിന്തിക്കുന്നു. അത് എന്തിനു വേണ്ടി? തുര്യ യാഥാത്മ്യ അവധാരണാർത്ഥം. ആത്യന്തികമായി ഇവിടെ സംഭവിക്കേണ്ട ഇതാണ്.
ശാസ്ത്രത്തിന്റെ പരമമായ ഉദ്ദേശം അതാണ്. ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്ന ഇതാണ്. തുര്യൻ, തുര്യൻ രണ്ട് ശബ്ദവും ശരിയാണ്. തുര്യൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രിന്റിംഗ് മിസ്റ്റേക്കാണെന്ന് ധരിച്ചു കളയുക. തുര്യനെന്നോ രണ്ടും പറയാം. തുര്യ യാഥാത്മ്യം, തുര്യന്റെ പരമാർത്ഥ സ്ഥിതി, വാസ്തവസ്ഥിതി, അതിന്റെ അവധാരണം, അതിന്റെ നിശ്ചയം, തദർത്ഥം, അതിനുവേണ്ടിയാണ് ഈ ചർച്ചകൾ മുഴുവൻ. ഇവിടെ വക്താവ് പറയുന്നു, തുര്യനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രോതാവിന്റെ നില മനസ്സിലാക്കുന്ന എന്താണ് അവന് പിടികിട്ടിയില്ല. അപ്പോൾ ഭാഷ മാറ്റി പറയുന്നു, വേറെ ഭാഷയിൽ പറയുന്നു, വേറെ യുക്തികൾ ഉപയോഗിക്കുന്നു, പല അനുഭവത്തിന്റെ തലങ്ങളെ കാണിച്ചു കൊടുക്കും. എല്ലാത്തിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെ എന്താണ്? ആ തുര്യന്റെ യാഥാർത്ഥ്യത്തിന്റെ നിശ്ചയം അവന് വരണം. ആ തുര്യൻ അവന്റെ ഉള്ളിൽ മറമാറി പ്രകാശിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ഇത് വീണ്ടും വേറെ രീതി പറയുന്നത്. വേറെ രീതിയിൽ എന്ന് പറഞ്ഞാൽ വിശ്വതൈസ് പ്രാജ്ഞന്മാരുടെ സാമാന്യ വിശേഷങ്ങളെ കുറിച്ച് പറയുന്നു. അതിനെ വിശദീകരിക്കുന്നു. കാര്യകാരണബദ്ധവും, അതിന് വിശദീകരിക്കുന്നു കാര്യം. ക്രിയതേ ഇതി ഫലഭാവഃ, ഫലഭാവം അതാണ് കാര്യം. ഫലം എന്നുള്ള അവസ്ഥ അതാണ് ഫലഭാവം, അതാണ് കാര്യം. ഫലഭാവമാണ്. പുസ്തകത്തിന് ആരോ തിരുത്തിയിരിക്കുന്നു, ഫലാഭാവം എന്നുള്ള. നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ എന്നറിയത്തില്ല. ഫലഭാവം എന്നുള്ളത് തന്നെയാണ് ശരി, അങ്ങനെയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. തെറ്റാണെന്ന് വിചാരിച്ച് ആരോ അതിനെ തിരുത്തിയിരിക്കുന്നു ഈ പുസ്തകത്തിൽ. ഫലഭാവം എന്നാണ് ശരി, ഫലാഭാവം എന്നല്ല. കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഫലം എന്നുള്ള സ്ഥിതി, ഫലം എന്നുള്ള അവസ്ഥ. കാരണമെന്ന് പറയുന്നതോ കരോതീതി, അത് അവിടെ വ്യാകരണത്തിന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് അർത്ഥത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. കാര്യം ക്രിയതേ കർമ്മണി പ്രത്യയമാണ്. അതുകൊണ്ട് ചെയ്യപ്പെടുന്നത് എന്താണ്? ക്രിയയുടെ ഫലം, ക്രിയയുടെ കർമ്മം, അത് ഫലമാണ്. കാരണം കരോതീതി കർത്തൃവ്യുത്പത്തിയാണ്, മറ്റത് കർമ്മവ്യുത്പത്തിയാണ്. അതിന് വ്യാകരണ കാര്യങ്ങളുണ്ട്. ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ എന്താണ്? കാരണം ബീജഭാവം, ബീജം എന്നുള്ള അവസ്ഥ. ഭാഷ്യകാരന്റെ വ്യുത്പത്തി അനുസരിച്ച് അതിന്റെ നിയമങ്ങളെല്ലാം ബോധിപ്പിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും അസംബന്ധം പറഞ്ഞ വ്യാഖ്യാനമാകത്തില്ല. പറഞ്ഞില്ലെങ്കിലും അതിന്റെ നിയമങ്ങൾ അവിടെ പാലിച്ചിരിക്കും. അതുകൊണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഫലം, കാരണമെന്ന് പറഞ്ഞാൽ ബീജം ആണ്. നമ്മൾ സാമാന്യമായി മനസ്സിലാക്കുന്നതാണ് കാരണവും കാര്യവും എന്ന് പറഞ്ഞാൽ. അതിൽ ഇവിടെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന എന്തിനു വേണ്ടി? തത്വ അഗ്രഹണ അന്യഥാഗ്രഹണാഭ്യാം ബീജഫലഭാവാഭ്യാം തൗ യഥോക്തൗ വിശ്വതൈജസു ബദ്ധൗ സംഗ്രഹീതൗ ഇഷ്യേതേ. ഇവിടെ കാര്യകാരണഭാവാഭ്യാം, കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലം. തത്വ അന്യഥാഗ്രഹണം, അതാണ്. സ്വപ്നത്തിലും ജാഗ്രതത്തിലും സംഭവിക്കുന്ന എന്താണ്? തത്വത്തിന്റെ അന്യഥാഗ്രഹണം. തത്വത്തെ മറ്റൊന്നായി ഗ്രഹിക്കുന്നു. ഇവിടെ ഗ്രഹിക്കാൻ ഒന്നേ ഉള്ളൂ, തത്വം. സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തത്വം തന്നെ. തത്വം എന്ന് പറഞ്ഞാൽ തുര്യൻ. ആ തുര്യനെ മറ്റു തരത്തിൽ ഗ്രഹിക്കുന്നതാണ് ഈ ജാഗ്രതവും സ്വപ്നവും. മറ്റൊരു തരത്തിൽ ഗ്രഹിക്കാന്ന് പറഞ്ഞാൽ ആ തുര്യനെ ഞാനെന്ന് ഗ്രഹിക്കുന്നു, എന്റേതെന്ന് ഗ്രഹിക്കുന്നു, ഈ സർവ പ്രപഞ്ചരൂപത്തിലും തന്നെ ഗ്രഹിക്കുന്നു. അതാണ് അന്യഥാഗ്രഹണം.
ഇതാണ് കാര്യം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സംഭവിക്കുന്നത്. സുഷുപ്തിയിലാണെങ്കിലോ തത്വ അഗ്രഹണം സംഭവിക്കുന്നു. അവിടെ തത്വത്തെ ഗ്രഹിക്കുന്നില്ല, മറിച്ച് തത്വത്തെ അഗ്രഹണ രൂപത്തിൽ ഗ്രഹിക്കുന്നു എന്നും പറയാം. അഗ്രഹണം ഗ്രഹിക്കാതിരിക്കലും ഇവിടെ ഒരു ഗ്രഹിക്കലാണ്. വെളിച്ചത്തിന്റെ അടുത്തെവിടെയെങ്കിലും തന്നെ ഇരുട്ടും കാണും. വെളിച്ചമുള്ളിടത്ത് വെളിച്ചത്തെ പൊതിഞ്ഞപ്പോൾ ഇരുട്ടും കാണും. ഇരുട്ടില്ലാത്ത ഭാഗമുണ്ട്. പക്ഷെ അടുത്തായിട്ട് തന്നെ എന്തുവരും? ആ വെളിച്ചത്തിന്റെ തീവ്രത അനുസരിച്ച് ഇരുട്ട് മാറി മാറി നിൽക്കുമെന്നേ ഉള്ളൂ. പക്ഷെ ഇരുട്ടിനൊരിക്കലും വെളിച്ചത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു പോകാൻ കഴിയത്തില്ല. ഇരുട്ടിന്റെ ഒരു സ്വഭാവമാണ്. അതിനാണ് ഈ തത്വ അഗ്രഹണമെന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? തത്വം പ്രകാശിക്കുന്നില്ലെന്നല്ല, വെളിച്ചം പ്രകാശിക്കുന്നില്ലെന്നല്ല. വെളിച്ചത്തിന്റെ അടുത്ത് ഇരുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏത് വിളക്കം നോക്കുക, അതിന്റെ അടുത്തൊരു നിഴലും കാണും. അതാണ് ഇരുട്ടെന്ന് പറയുന്നത്. വിളക്കിനൊരിക്കലും നിഴലിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. രണ്ടും ജഡമാണ്, രണ്ടും ഭൗതികമാണ്, രണ്ടും പരസ്പര സാപേക്ഷമാണ്. അതുപോലെ ഈ തത്വം പ്രകാശിക്കുന്നിടത്ത് തന്നെ അഗ്രഹണവും, തത്വത്തിന്റെ ഒരു മറയുണ്ട്. ആ തത്വത്തിന്റെ മറ, തത്വത്തിനൊരു മറയുണ്ട് എന്നുള്ളതിന്റെ അനുഭവമാണ് സുഷുപ്തി. അത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉണ്ടാകും മറ, തത്വത്തെ മറച്ചിരിക്കുന്നു. പക്ഷെ സുഷുപ്തിയിൽ എന്താണ്? അത് സ്പഷ്ടമാണ്. കാരണം അവിടെ മറ മാത്രമേ ഉള്ളൂ, അന്യഥാഗ്രഹണമില്ല, പലതരത്തിലുള്ള കാഴ്ചകളില്ല അവിടെ. അതുകൊണ്ട് അവിടെ അഗ്രഹണം സ്പഷ്ടമായിരിക്കുന്നു, അമര സ്പഷ്ടമായിരിക്കുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമുള്ള ഈ അഗ്രഹണം, ഈ മറ, ഇതാണ് ബീജമായിരിക്കുന്നത് സർവത്തിനും. അതാണ് പറയാറുണ്ടല്ലോ, സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട് എന്ന് പറയാറുണ്ട്. പിന്നെ അതിനെ സംബന്ധിച്ച് തർക്കം വരും. അതെങ്ങനെ ഉണ്ടാവും? ഉണ്ടായെങ്കിൽ അറിഞ്ഞോ അറിഞ്ഞില്ലയോ? അപ്പോൾ അവിടെ ദ്വൈതമായില്ലേ അദ്വൈതമായില്ലേ എന്നൊക്കെ തർക്കങ്ങൾ വരും. ആ അഗ്രഹണം എന്ന് പറയുന്നത് നമ്മൾ സുഷുപ്തിയെ മാത്രം നിർത്തി ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഈ ആഗ്രഹണം ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉള്ളത് തന്നെ. സുഷുപ്തിയെ സംബന്ധിച്ച് വരുന്ന എല്ലാ ചോദ്യങ്ങളും ജാഗ്രതത്തിനും സ്വപ്നത്തിനും തുല്യമാണ്. പക്ഷേ സ്വപ്നത്തിനും ജാഗ്രതത്തിനും എന്താണ് പ്രത്യേകത? ഈ അഗ്രഹണത്തോടൊപ്പം അന്യഥാഗ്രഹണവും നിൽക്കുന്നു. പലതും നമ്മളിവിടെ അറിയുന്നു, അവിടെ ഒന്നും അറിയുന്നില്ല. അറിവില്ലായ്മ ഇവിടെയും ഉണ്ടെങ്കിലും ഇവിടെ പലതും അറിയുന്നു. അപ്പോൾ പലതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇതിനെ കാര്യമെന്ന് പറയുന്നു. ഏതിന്റെ കാര്യം? ആ സുഷുപ്തിയുടെ കാര്യം. സുഷുപ്തിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രഹണത്തിന്റെ ഫലമാണ്. അഗ്രഹണത്തിൽ നിന്നും അന്യഥാഗ്രഹണത്തിലേക്ക്, സുഷുപ്തിയിൽ നിന്നും ജാഗ്രത സ്വപ്നങ്ങളിലേക്ക്. അതുകൊണ്ട് സുഷുപ്തി എന്ന് പറയാം, ബീജം എന്ന് പറയാം. ഈ കാണുന്ന ജാഗ്രത സ്വപ്നത്തെയോ ഫലം, കാര്യം എന്ന് പറയാം. സുഷുപ്തിയെ കാരണം എന്ന് പറയാം. ഇതിന്റെ സമാനത എന്താണ്? രണ്ടിന്റെയും മൂന്നിടത്തും അഗ്രഹണം നിലനിൽക്കുന്നു, മൂന്നിടത്തും നിദ്ര നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതത്തിനും നമ്മൾ ഉറങ്ങുന്നു, സ്വപ്നത്തിനും ഉറങ്ങുന്നു, സുഷുപ്തിയിലും ഉറങ്ങുന്നു. ചിലർ പറയുന്നത് എന്താണ്? ധരിച്ചിരിക്കുന്നത് ഉറക്കത്തിലാണ് സ്വപ്നമെന്നാണ്. അങ്ങനെ ധരിച്ചിരിക്കുന്നു. ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നു. ഭാഗികമായി ശരിയാണ്, പക്ഷെ നമ്മൾ ഉണർന്നിരിക്കുന്നതും ഉറക്കത്തിൽ തന്നെ. അഗ്രഹണത്തിലാണ് നമ്മൾ ഉണർന്നിരിക്കുന്നത്. ഈ ജാഗ്രതത്തിൽ ആഗ്രഹണത്തെ വിട്ടിട്ടുണരുകയാണെങ്കിൽ അവൻ തുരീയസ്ഥിതനായി. അതാണ് വ്യത്യാസം. അപ്പം സ്വപ്നം കാണുന്നത് മാത്രമല്ല ഉറക്കം, ഉണർന്നിരിക്കുന്നതും അതിൽ തന്നെ. അതുകൊണ്ട് എന്ത് വരുന്നു? ഒരിക്കലും എന്താണ് കാര്യത്തിന് കാരണത്തെ വിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണമായി ഇവിടെ എന്തിനാണ് പറയുന്നത്? ആഗ്രഹണത്തെയാണ്, അറിവില്ലായ്മയാണ്. ആ
അറിവില്ലായ്മയെ വിട്ടിട്ട് അതിന്റെ കാര്യമായിരിക്കുന്ന ഗ്രഹണത്തിന് നിൽക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും മണ്ണിനെ വിട്ടിട്ട് കുടം നിൽക്കുമോ? നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ ഗ്രഹണം, അതായത് ജാഗ്രത സ്വപ്നങ്ങൾ, അതിന്റെ കാരണമായിരിക്കുന്ന അഗ്രഹണത്തോടുകൂടി തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത്. എന്നാലും ഇവിടെ പ്രാധാന്യം സുഷുപ്തിക്കാണ്. എന്തുകൊണ്ട് സുഷുപ്തിക്ക് പ്രാധാന്യം വന്നു? അവിടെ ഈ അന്യഥാഗ്രഹണമില്ല. അതുകൊണ്ട് നമുക്ക് താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ സൗകര്യമാണ്. സുഷുപ്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വപ്രകാശത്തിനത് പ്രമാണമാണ്. ഈ ആത്മാവിനെ വലയം ചെയ്തിരിക്കുന്ന മറയ്ക്കും അത് തന്നെ പ്രമാണം. ജാഗ്രതയിൽ അത്രയും സ്പഷ്ടമല്ല. എന്തുകൊണ്ട്? ജാഗ്രതയിൽ നമ്മുടെ മനസ്സ് അന്യഥാഗ്രഹണത്തിൽ പെട്ടുപോകും, നാനാത്വങ്ങളിലേക്ക് പെട്ടുപോകും. അവിടെ അങ്ങനെയല്ല. അവിടെ ഈ അന്യഥാഗ്രഹണമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നു, ആ മറയിൽ ഞാൻ സുഖമായി ഉറങ്ങി. അവിടെ ആ മറയും എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു ഞാനും മാത്രം. അവിടെ അത് കുറച്ചുകൂടി സ്പഷ്ടമാണ് ആഗ്രഹം. ഇവിടെ ഈ കോലാഹലങ്ങളിൽ പെട്ടിരിക്കുന്നുണ്ട് ആഗ്രഹണമല്ല, അന്യഥാഗ്രഹണമാണ് സ്പഷ്ടമായിരിക്കുന്നത്. പക്ഷെ ഇവിടെ അതുണ്ട്. ഉറക്കം ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം ഉണ്ട്. എപ്പോഴും നമ്മൾ ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ നിന്ന് നമ്മളിവിടെ ആ ഉറക്കത്തെ വിടാതെ തന്നെ ഉണരുന്നു. ഇത്രയേ സ്വപ്നത്തിൽ സംഭവിക്കുന്നുള്ളൂ. അവിടെയും ഉറക്കത്തെ വിടാതെ ഉണരുന്നു, ഇവിടെയും ഉറക്കത്തെ വിടാതെ ഉണരുന്നു. അതാണ് അതിന്റെ സാമാന്യ സ്വഭാവം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സാമാന്യ വിശേഷ ഭാവങ്ങളെ കാണിക്കണം. തത്വ അഗ്രഹണ അന്യഥാഗ്രഹണാഭ്യാം ബീജഫലഭാവാഭ്യാം തൗ യഥോ തൗ വിശ്വ തൈജസോ ബദ്ധോ സംഗ്രഹീതോ. വിശ്വതൈജസന്മാര് ഇതുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വതൈജസന്മാർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വ തൈജസ്വഭാവങ്ങൾ ഇതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. ഈ ബീജഭാവത്തെയും ഫലഭാവത്തെയും ആശ്രയിച്ച് നിലനിൽക്കുന്നു. വിശ്വൻ ഉണർന്നിരുന്ന നാനാത്വത്തെ കാണുന്നത് അടിസ്ഥാനപരമായി ഈ തുര്യനിലെ മറ നിലനിൽക്കുന്നുകൊണ്ടാണ്. തൈജസൻ അതുപോലെ ഉണർന്ന് ദൃശ്യങ്ങളെ അനുഭവിക്കുന്നതും ആ മറ നിലനിൽക്കുന്നുകൊണ്ടാണ്. പ്രാജ്ഞന്റെ കാര്യം വിശേഷിച്ച് പറയാനുമില്ല. അങ്ങനെ ബീജഫലങ്ങളെക്കുറിച്ച് പറയുകയാണ്. പ്രാജ്ഞസ്തു ബീജഭാവേനൈവ ബദ്ധ. പ്രാജ്ഞന്റെ പ്രത്യേകത എന്താണ്? അവിടെ ആ ബീജഭാവം മാത്രമേ ഉള്ളൂ, തത്വാഗ്രഹണം മാത്രമേ ഉള്ളൂ, അന്യതാഗ്രഹണമില്ല. അവിടെ ഉറക്കം മാത്രമേ ഉള്ളൂ, ഉണർവില്ല. ഇവിടെ ഉറക്കമുണ്ട്, അതേസമയം ഉണർവുമുണ്ട്. ഉണർവുള്ളതുകൊണ്ട് പലത് കാണും, ഉറക്കമുള്ളതുകൊണ്ട് തുര്യനെ പിടികിട്ടുന്നില്ല. അതാണ് രണ്ടിന്റെയും സാമാന്യ സ്വഭാവം വിശേഷ സ്വഭാവം. സാമാന്യ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഈ ഉറക്കം മൂന്നവസ്ഥയിലുമുണ്ട്. വിശേഷ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? പ്രാജ്ഞനിൽ ഉറക്കം മാത്രമേ ഉള്ളൂ, വിശ്വതൈജസന്മാരിൽ ഉണർവ് കൂടിയുണ്ട്. ഇതാണ് അതിന്റെ വിശേഷഭാവങ്ങൾ. തത്വ അപ്രതിബോധ മാത്രമേവ ഹി ബീജം പ്രാജ്ഞത്വേ നിമിത്തം തതോ ദൗ തൗ ബീജഫലഭാവോ തത്വ അഗ്രഹണ അന്യഥാഗ്രഹണേ തുര്യേ ന സിദ്ധ്യതോ ന വിദ്യേതേ ന സംഭവത ഇത്യർത്ഥം. പ്രാജ്ഞത്വം, ഈ തുര്യൻ, സർവദൃക്കായിരിക്കുന്ന ഈ തുര്യൻ പ്രാജ്ഞഭാവത്തെ പ്രാപിച്ചു. ആ തുര്യൻ തന്നെയാണ് പ്രാജ്ഞനായിരിക്കുന്നത്. തുര്യനും പ്രാജ്ഞനും രണ്ടല്ല എന്നിവിടെ പറയുന്നില്ല. അതേ തുര്യൻ തന്നെ പ്രാജ്ഞനായിരിക്കുന്നു. എന്താ അങ്ങനെ സംഭവിച്ചത്? തത്വ അപ്രതിബോധം. തുര്യന് തന്നെ ബോധ്യപ്പെട്ടില്ല.
അല്ലെങ്കിൽ മറ്റു രീതി പറയാം, എന്താണ്, തുര്യനിലെ ആ മറ മാറിപ്പോയില്ല, അത് സംഭവിച്ചില്ല. അതുകൊണ്ടാണ് തത്വ അപ്രതിബോധം എന്ന് പറയുന്നത്. തത്വം എന്ന് പറഞ്ഞാൽ തുര്യൻ, അതിന്റെ ഒരു ബോധം അവിടെ ഉണ്ടായി, മറ മാറിയില്ല. ബോധം ഉണ്ടാകുമെന്ന് വെച്ചാൽ മറ മാറുക, അത് മാറിയില്ല. അതാണ് ബീജമായിരിക്കുന്നത്, അതാണ് പ്രാജ്ഞഭാവത്തിന് നിമിത്തമായിരിക്കുന്നത്. അവൻ ആ മറയിൽ ഉറങ്ങുന്നു, ആ മറ നിൽക്കുന്നുകൊണ്ട് ഉറങ്ങുന്നു എന്ന് പറയുന്നു. തതോ ദൗ, അടുത്തു വരുന്ന രണ്ടുപേര്, തൗ ബീജഫലഭാവവും, വിശ്വതേജസ്സന്മാര് ബീജഭാവത്തിനും ഫലഭാവത്തിനും ഇരിക്കുന്നു. തത്വാഗ്രഹണ അന്യഥാഗ്രഹണേ, തത്വാഗ്രഹണം 3 ഭാഗത്തും നിലനിൽക്കുന്നു, അന്യഥാഗ്രഹണം 2 ഭാഗത്തും. അത് ഇതിവിടെ പറഞ്ഞുകൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയിട്ട്? തുര്യന്റെ വാസ്തവ സ്വരൂപം നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തുര്യേന സിദ്ധ്യത ന വിദ്യേരേ, തുര്യനതില്ല, അതാണ് വ്യത്യാസം. എന്ന സംഭവത, അത് ഒരിക്കലും അതിൽ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, തുര്യനിൽ തത്വാഗ്രഹണവും അന്യഥാഗ്രഹണവും സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ. തുര്യൻ തന്നെ പ്രാജ്ഞനായും ഈശ്വനായും തൈജസ്സനായും എല്ലാം മാറിക്കൊണ്ടിരിക്കുക തന്നെ. പരമാർത്ഥത്തിൽ അതിൽ സംഭവിക്കുന്നില്ല, അതാണ് പറയുന്നത്. തുര്യൻ തന്നെ ഇതിനെല്ലാം സാധകനായിരിക്കെ തുര്യനെ ഇതൊന്നും ബാധിക്കുന്നില്ല, അതാണ് പറയുന്നത്. തുര്യന്റെ സർവബാധ വിനിർമുക്തമായ ആ സ്വരൂപം, അതിനെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. എന്തുകൊണ്ട്? ഈ ബോധം തന്നെ ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ട്, ഈ മറയോട്, തത്വാഗ്രഹണത്തോട്, അന്യതാഗ്രഹണത്തോടൊക്കെ താതാത്മ്യപ്പെട്ടിട്ട് തന്നെ സ്വയം വിശ്വതൈജസ്സ ഭാവത്തിലെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം നമുക്ക് കിട്ടിയതായിരിക്കും, അനുഭവത്തിൽ നമ്മൾ അങ്ങനെ നിൽക്കുകയാണ്. വിശ്വൻ എന്നുള്ള പേര് ഉപയോഗിച്ചില്ലെങ്കിൽ ഞാനെന്ന് നിൽക്കുന്നത് ഈ വിശ്വം തന്നെയാണ്. ഈ ഒരവസ്ഥയിൽ നിന്നും തുര്യന്റെ പരമാർത്ഥ സ്ഥിതിയെ വേർതിരിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാമാന്യ വിശേഷ ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്നാണ്. പരമാർത്ഥത്തിൽ അതവിടെ സംഭവിക്കുന്നില്ല, എന്നാൽ പരമാർത്ഥമല്ലാതെ എല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. ഒന്ന് സത്യം, മറ്റൊന്ന് അസത്യം, പക്ഷെ രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. എന്ന് പറഞ്ഞാൽ തുര്യൻ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ശാസ്ത്രമില്ല, ശാസ്താവില്ല, ശിഷ്യനില്ല. അവിടെയാണ് പറയുന്നത് ഗുരുവില്ല, ശിഷ്യനില്ല, ബന്ധമില്ല, മോക്ഷമില്ല എന്നൊക്കെ പറയുന്നത്. മറ്റൊന്ന് പറയുന്നുണ്ടല്ലോ, തത്വാഗ്രഹണം, അന്യഥാഗ്രഹണം തുടങ്ങിയെല്ലാം ഈ തുര്യനിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് അനുഭവം. പരമാർത്ഥമല്ലെങ്കിലും അതൊരനുഭവമാണ്, മാറാത്ത അനുഭവം, പരമാർത്ഥമെന്ന് തോന്നുന്ന അനുഭവം. ആ അനുഭവത്തിൽ ശാസ്താവും ശാസ്ത്രവും ശിഷ്യനും ബന്ധവും മോക്ഷവും എല്ലാം ഉണ്ട്. ഈ 2 തലങ്ങളെ ഇവിടെ വേർതിരിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസങ്ങളെല്ലാം. രണ്ടിനെ 2 തരത്തിൽ ബോധിക്കണം. ഒന്നിനെ പരമാർത്ഥമായിട്ടും ഒന്നിനെ ആ യഥാർത്ഥമായിട്ടും ബോധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അസാമാന്യ വിശേഷ ഭാവങ്ങളെക്കുറിച്ച് ഇവിടെ വിസ്തരിച്ചു പറഞ്ഞത്. തുര്യനിൽ ഇതൊന്നും പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന സംഭവതഃ. കാര്യകാരണബദ്ധൗ തൗ ഇഷ്യേതേ വിശ്വതൈജസൗ പ്രാജ്ഞ കാരണബദ്ധസ്തു ദൗ തൗ തുര്യേന സിദ്ധ്യത.